വേദിയിലെ പ്രിയപ്പെട്ട അരവിന്ദാക്ഷം മാഷ്, മാധവൻകുട്ടി, അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ള MS ജയകുമാർ, അധ്യക്ഷം വഹിക്കുന്ന PK വേണുഗോപാലൻ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള VA ജോയി, മറ്റ് വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ വർഷത്തെ PK രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. TK രാമചന്ദ്രൻ കോഴിക്കോട് സർവകലാശാലയിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. വളരെ കുറച്ചു കാലം എൻ്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സ്, അത് അധികമൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നു. അതിന് പുറമെ ദീർഘകാലം അദ്ദേഹം കോഴിക്കോട് SI ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. TKയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മാർക്സിസ്റ്റ് നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സൈദ്ധാന്തികൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിഭിന്നമായി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായ ശേഷം അദ്ദേഹം അവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനയായിട്ടുള്ള ആക്റ്റിലെ ഒരു സജീവ അംഗമായിരുന്നു. സജീവ അംഗം എന്ന് ഞാൻ പറയുന്നത്, അധ്യാപക സംഘടന സ്വാഭാവികമായി ക്യാമ്പസിൽ നടത്താറുള്ള സമരങ്ങളിൽ, ജാഥകളിൽ, മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുള്ള ഒരു അധ്യാപകനായിരുന്നു. കോഴിക്കോട്ട് അദ്ദേഹം നിരന്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എല്ലാ കാലത്തും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫാസിസത്തിനെതിരായ നിതാന്ത ജാഗ്രത പുലർത്തിയ ഒരപൂർവം ബുദ്ധിജീവിയായിരുന്നു. പിൽക്കാലത്ത് പല കാരണങ്ങളാൽ രോഗാതുരമായ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആ സന്ദർഭത്തിൽ ഹിന്ദു പത്രത്തിലെ അന്നത്തെ ഒരു സബ് എഡിറ്ററായിട്ടുള്ള കൃഷ്ണാനന്ദും ഞാനും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഭാഗമായി 2 തവണ വീട്ടിൽ പോയെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കൃഷ്ണാനന്ദ് 2-3 ദിവസം എൻ്റെ വീട്ടിലായിരുന്നു ആ സന്ദർഭത്തിൽ താമസിച്ചിരുന്നത്. ഞങ്ങൾ പോയി നോക്കുമ്പോഴൊന്നും ആ രീതിയിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ അനാരോഗ്യം പിടിപെട്ട ഒരവസ്ഥയായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹം ആശുപത്രികളിൽ കോഴിക്കോട് അഡ്മിറ്റ് ചെയ്യേണ്ടി ആ അവസ്ഥയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമ വിവരമറിഞ്ഞ് ഇവിടെ ഈ ശ്മശാനത്തിൽ എറണാകുളത്ത് അവസാന നിമിഷമാണ് ഞാൻ എത്തിയത്. എങ്കിലും ഞാൻ കൂടി അവിടെ ഭാഗവാക്കായിരുന്നു. എങ്കിലും TKയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ പല രീതിയിൽ പലർക്കും പങ്കുവെക്കാനുണ്ടാവും. TK കണ്ണൂരിൽ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അധ്യാപകനായിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം, താരതമ്യേന വലിയൊരു വേദിയിൽ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് അന്ന് ഈ ആധുനികോത്തരതയുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ തുടങ്ങുന്ന കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആധുനികതയും ആധുനികോത്തരതയും എന്ന ഒരു പ്രമേയത്തെ മുൻനിർത്തി TK ദീർഘമായി അന്ന് സംസാരിച്ചിരുന്നു. ഇന്നത്തേതുപോലെ മൊബൈൽ ഫോണോ അത് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിന്തയോ വേണ്ടും വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രഭാഷണങ്ങളും പല എഴുത്തുകളും അർഹിക്കും വിധത്തിൽ നമുക്ക് ശേഖരിക്കാനോ പ്രസിദ്ധീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. പൊതുവിൽ ശ്രീ TK രാമചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തികമായ പാണ്ഡിത്യത്തിനും ഉൾക്കാഴ്ചക്കുമനുസരിച്ച് ഒരു സംഭാവന കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് ദുഃഖത്തോടുകൂടി എപ്പോഴും സ്മരിക്കുന്ന ഒരു കാര്യമാണ്.
അദ്ദേഹം ഗവേഷണ കാലത്ത് ക്യാമ്പസുകളിൽ ചെയ്യാറുള്ളത് മിക്കവാറും ഇംഗ്ലീഷിലുള്ള പ്രഭാഷണമായിരുന്നു. ഇംഗ്ലീഷ് വളരെ സ്പോണ്ടേനിയസായി വളരെ അനർഗളമായി സംസാരിക്കുകയും അത് വളരെ തിയററ്റിക്കലായിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള അവതരണമായി അവിടെ കേട്ട് നിൽക്കുന്ന അവിടെ MA ഒക്കെ പഠിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേറിട്ട ഒരു അനുഭവമായി ആ കാലത്ത് തന്നെ അനുഭവപ്പെടാറും ഉണ്ടായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ബാങ്ക് ജോലി ഉപേക്ഷിക്കുകയും പിന്നീട് സർവകലാശാലയിൽ ഗവേഷണം നടത്തി അവിടെ അധ്യാപകനായി. അതിനിടയിലുടനീളം അദ്ദേഹം നിലനിർത്തിയൊരു ബോധ്യം, ഒരു മാർക്സിസ്റ്റ് ബോധ്യം അദ്ദേഹം മരിക്കുന്നത് വരെ പിന്തുടർന്നിരുന്നു എന്നാണ് ആമുഖമായി പറയാനുള്ളത്. തീർച്ചയായും അദ്ദേഹം ഫാസിസ്റ്റ് കാലം, പ്രത്യേകിച്ച് ഈ 92 ശേഷം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തെ വളരെ ഗൗരവത്തിൽ തന്നെ സമീപിക്കുകയും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ വേദിയിൽ ഉൾപ്പെടെ ഞാൻ തന്നെ അദ്ദേഹത്തെ വടകരയിലും മറ്റുമുള്ള വേദികളിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോയത് എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം TK കൂടെ പോകുമ്പോൾ അത് വേറിട്ട ഒരു അനുഭവമാണ്. ഒരുപാട് കാര്യം സംസാരിക്കും, അതിനിടയിൽ പലപ്പോഴും വാഹനം നിർത്തി പുകവലിക്കും. അങ്ങനെ വേറിട്ട ഒരു വ്യക്തിയും വേറിട്ട ഒരു അവതരണ ശൈലിയും വേറിട്ട ഒരു ഭാഷയും വേറിട്ട ഒരു സൈദ്ധാന്തിക സമീപനവും ഒക്കെയുള്ള ഒരു യുണീക്ക് ഫെനോമിനൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ദൈക്ഷണികനായിരുന്നു. ഒരു കാലത്തിൻ്റെ ഒരു അടയാളമായിരുന്നു വാസ്തവത്തിൽ TK രാമേന്ദ്രൻ. തീർച്ചയായും TK ഓർമ്മിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ അപരത്വം, ഫാസിസം, ബഹുസ്വരത എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നത് തീർച്ചയായും പ്രസക്തമാണ്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ഉദാഹരണം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീടുകളിൽ, അകത്തളങ്ങളിൽ, ഡൈനിങ് ഹാളുകളിൽ കഥകളി തലകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ പഴയകാല ഫ്യൂഡൽ അടയാളങ്ങളായിട്ടുള്ള ഭരണികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഇത് TKയുമായി വ്യക്തിപരമായും ഒക്കെ ഞങ്ങൾ പങ്കിട്ട ചില കാര്യങ്ങൾ കൂടിയാണ്. അപ്പം തീർച്ചയായും അത് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തേതുപോലുള്ള ഒരു ഫാസിസ്റ്റ് കാലത്ത് അത് ഇവിടെ സംസാരിച്ചത് വളരെ പ്രസക്തമാണ്. തുടർന്നും സംസാരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കൂടിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പം ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഫാസിസം എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ, നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ പ്രതിരോധം ഒരിക്കലും ഇന്നത്തെ ഒരു കാലത്തോടുള്ള പ്രതിരോധമായി മാറുകയില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം രോഗം തിരിച്ചറിയാതെ ചികിത്സിക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ കാൽപോൾ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പാരാസെറ്റമോൾ കഴിച്ചാൽ മതി ഒരു ജലദോഷ പനിയാണെങ്കിൽ. പക്ഷേ ഈ പനി ടൈഫോയിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് കൊണ്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള ഗൗരവമുള്ള രോഗാണു നിമിത്തം ഉണ്ടായതാണെങ്കിൽ തീർച്ചയായും അത് തിരിച്ചറിയാതെ, അത് ഡയഗ്നോസ് ചെയ്യാതെ അത് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അങ്ങനെ ചികിത്സിക്കാതെ മരിച്ചുപോയ രോഗികളുടെ ഒരു കാലം നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ ശരീരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡയഗ്നോസ് ചെയ്യപ്പെടാതെ മരിച്ചു പോകണമോ, നിലനിൽക്കണമോ, അതിജീവിക്കണമോ എന്ന ഒരു ചോദ്യമാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സംശയം നമുക്കുണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര മിക്കവാറും ഈ കാര്യത്തിലൊരു തീർപ്പിലെത്താൻ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫാസിസത്തെക്കുറിച്ചുള്ള 14 സവിശേഷതകൾ വിവരിച്ചിട്ടുള്ള അംബർട്ടോ ഇക്കോ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാരണം കൾട്ട് ഓഫ് ട്രഡീഷൻ എന്നുള്ളതാണ്. ഈ പാരമ്പര്യവാദം അല്ലെങ്കിൽ സാമ്പ്രദായികവാദം എന്നത് ആണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആദ്യത്തെ ഒരു കാരണം തന്നെ നമ്മുടെ പാരമ്പര്യവാദമാണ് എന്നിരിക്കെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള ഫാസിസ്റ്റ് പ്രവണതകളുടെ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അംബർട്ടോ ഇക്കോ ഇത് വെറുതെ പറയുന്നതല്ല എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാവും. അംബർട്ടോ ഇക്കോ 10ാമത്തെ വയസ്സിൽ തന്നെ മുസോളിനിക്ക് വേണ്ടി മരിക്കാൻ ഓരോ വ്യക്തിയും തയ്യാറാവണം, അത് ഇറ്റലിയുടെ അഭിമാനത്തിന് വേണ്ടിയാണ് എന്ന് ലേഖനമെഴുതി ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ അത്യപൂർവ ദൈക്ഷണികനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു.
ഇറ്റലിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവണം എന്ന് പ്രബന്ധം എഴുതിയ അംബർട്ടോ ഇക്കോ തന്നെയാണ് പിന്നീട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വാസ്തവത്തിൽ അംബർട്ടോ ഇക്കോ എന്നല്ല മനസ്സിലാക്കി. കാരണം അന്നും കോഴിക്കോട് സർവകലാശാലയുടെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ അംബർട്ടോ ഇക്കോയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ഈ സിമിയോട്ടിക് തിയറിയുമായി ബന്ധപ്പെട്ട പുസ്തകമായിരുന്നു. ഒരു ചിഹ്നശാസ്ത്രത്തിൻ്റെ ഒരാൾ എന്ന നിലയിലായിരുന്നു അന്നൊക്കെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറികളിലുള്ള പുസ്തകമാണല്ലോ വാസ്തവത്തിൽ നമ്മളൊരാളെ തിരിച്ചറിയാൻ, ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാരി എന്ന് ഇവിടെ സ്ത്രീകളാരും ഇല്ലെങ്കിലും ഞാൻ പറയുകയാണ്, നമ്മളിപ്പോഴും ഈ പുരോഗമന കേരളത്തിൽ ഒരു സ്ത്രീ ഇല്ലാതെ വേദികൾ ഉണ്ടാകുന്നു, സദസ്സുകൾ ഉണ്ടാകുന്നു എന്നത് തന്നെ നമ്മൾ സാംസ്കാരികമായി എത്രമാത്രം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഒരു വലിയ തെളിവായി തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. തീർച്ചയായും അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അംബർട്ടോ ഇക്കോയെ പോലെ 10 വയസ്സുള്ള ഒരു കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രബന്ധം രചിച്ചതെന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രബന്ധം രചിക്കണമായിരുന്നു. അതവിടെ PMC ഉള്ളത് കൊണ്ടായിരുന്നില്ല, മറിച്ച് മുസോളിനി നടപ്പിലാക്കിയ ഫാസിസ്റ്റ് നയങ്ങളുടെ ഭാഗമായി എല്ലാ വിദ്യാർത്ഥികളും ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രബന്ധം മത്സരത്തിൽ പങ്കെടുത്തിരിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. അങ്ങനെ ആ നിയമത്തിൻ്റെ ഭാഗമായി പ്രബന്ധരചനയിൽ പങ്കെടുക്കുകയും 1ാം സമ്മാനം ദേശീയ തലത്തിൽ നേടുകയും ചെയ്ത ആ കുട്ടി പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ മുസോളിനിയുടെ മരണശേഷം ഒരു ദിവസം രാവിലെ അമ്മ പറയുകയാണ്, ആ കടയിൽ പോയി ഒരു പത്രം വാങ്ങിക്കൊണ്ടുവരാൻ. അങ്ങനെ കടയിൽ പോയി പത്രം വാങ്ങാൻ പോയപ്പോഴാണ് ഒരുപാട് പത്രങ്ങൾ, അതുവരെ കാണാത്ത ഒരുപാട് പത്രങ്ങൾ കടയിൽ കാണുന്നു. അങ്ങനെ പത്രം വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ആ കുട്ടി പത്രങ്ങൾ മറിച്ച് നോക്കുമ്പം ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ, പലതും ഞാൻ ഇതുവരെ കരുതിയ ഒരു ഇറ്റലിയല്ല യഥാർത്ഥമായ ഇറ്റലി, ഞാൻ ഇതുവരെ കരുതിയ ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിയുന്നത്. ദൈക്ഷണികനായിട്ടുള്ള ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം തിരിച്ചറിയുന്നത്, യഥാർത്ഥത്തിൽ ഇറ്റലിയെ തിരിച്ചറിയുന്നത് ഇറ്റലിയിൽ ഫാസിസ്റ്റുകൾ പരാജയപ്പെട്ട ശേഷമാണ്, മുസോളിനിയുടെ തീരോധാനത്തിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ശവം തെരുവിൽ കഴുകൻ കൊത്തിവലിക്കുന്ന സന്ദർഭത്തിൽ മാത്രമായിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ അനുസ്മരിച്ചുകൊണ്ട് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് അയാൾ ഒരു ഭാഷാശാസ്ത്ര ഗവേഷകനായി മാറുന്നതും. കാരണം എങ്ങനെയാണ് ഭാഷയിലൂടെ ഇവർ വഞ്ചിക്കുന്നത്, ഭരണകൂടം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രഭാഷകത്വത്തിലൂടെ, അവരുടെ ഭാഷാചാതുരിയിലൂടെ നിരന്തരം കളവുകൾ പ്രക്ഷേപിച്ചുകൊണ്ട് മനുഷ്യരെ എങ്ങനെയാണ് അവർ ഇരകളാക്കി മാറ്റുന്നത്, ഇവരെ പിന്തുടരുന്ന ആളുകളാക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സ്വയം ബോധ്യമുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് അംബർട്ടോ ഇക്കോയിന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഗ്രാംഷിയെ പോലെ തന്നെ അനുഭവത്തിൻ്റെ തന്നെ വെളിച്ചത്തിൽ, സ്വന്തം അനുഭവത്തിൻ്റെ, സ്വന്തം ദേശത്തിൻ്റെ, സ്വന്തം വീടിൻ്റെ, സ്വന്തം പരിസരത്തിൻ്റെ ഒക്കെ അനുഭവത്തിൻ്റെ തന്നെ വെളിച്ചത്തിൽ സൈദ്ധാന്തികമായി ഈ ഫാസിസത്തെ നേരിടേണ്ട അനിവാര്യത ബോധ്യപ്പെടുകയും അങ്ങനെ എഴുതിയ ഈ 14 സവിശേഷതകളിലെ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ആ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന പേരിൽ ഇന്ന് ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ നയമായും ഇന്ന് ഇന്ത്യയിലെ PMCയുടെ ഭാഗമായും ഒക്കെ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പാരമ്പര്യവാദം തന്നെയാണ്. ആ പാരമ്പര്യവാദത്തിലെ എല്ലാ തരത്തിലുള്ള അസംബന്ധങ്ങളും തീർച്ചയായും നമ്മൾ സഹിക്കേണ്ടി വരും എന്നുകൂടി ഈ അവസരത്തിൽ വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമല്ല കാര്യങ്ങൾ. ഇതൊക്കെ ഏതാണ്ട് വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ യുവജനങ്ങളുടെ ഒരു മുന്നേറ്റം നമ്മൾ ജന്തർ മന്തറിൽ കാണുന്നുണ്ട്. പൊതുവേ പല രീതിയിൽ ആളുകൾ വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള, അതിൻ്റെ ഒരു പോസിബിളായിട്ടുള്ള ഒരു അന്തരീക്ഷം വാസ്തവത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാരമ്പര്യവാദത്തിൽ നമ്മൾ എത്രത്തോളം മുക്തമാണ് എന്നത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മുമ്പ് നമുക്കൊരു അനുഭവം ഉള്ളത്, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഉത്തരേന്ത്യയിൽ മുഴുവൻ മാറ്റമുണ്ടായപ്പം കേരളം മാറാതെ തന്നെ വലതുപക്ഷത്തെ
തിരഞ്ഞെടുക്കുകയും അടിയന്തരാവസ്ഥക്ക് ഒരു അംഗീകാരം തിരഞ്ഞെടുപ്പിലൂടെ നൽകുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അപ്പോൾ കേരളം എന്നതിനെക്കുറിച്ച് നമ്മൾ കോരിത്തരിക്കാറുണ്ട്, നമ്മൾ കേരളത്തെക്കുറിച്ച് അഭിമാനിക്കാറുണ്ട്, കേരളത്തെ സാക്ഷരതയെക്കുറിച്ച് നമുക്ക് തീർച്ചയായും ആവർത്തിച്ച് പറയുന്നതിൽ തെറ്റില്ല. ആ സാക്ഷരത തന്നെയാണ്. പക്ഷേ അങ്ങനെ സാക്ഷരരായതുകൊണ്ട് മാത്രം, എഴുത്തും വായനയും പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു സമൂഹം യഥാർത്ഥത്തിൽ ഈ പാരമ്പര്യവാദത്തെ മറികടക്കുന്ന ജ്ഞാനോദയത്തിൻ്റെ, പ്രബുദ്ധതയുടെ, ആധുനികതയുടെ ഒരു ലോകത്ത് പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പം നേരത്തെ ഇവിടെ TK സൂചിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, OV വിജയൻ്റെ നോവലുണ്ടായ സന്ദർഭത്തിൽ, അതുപോലെ തന്നെ അരവിന്ദൻ്റെ സിനിമകളുണ്ടായ സന്ദർഭത്തിൽ അതിനോടുള്ള വിമർശനം എന്ന് പറയുന്നത് വളരെ അപൂർവമായ വ്യക്തികൾ അവിടെ ഇവിടെ ഉന്നയിക്കുകയല്ലാതെ അത് മുഖ്യധാരയിലേക്ക് ഒരു തരത്തിലും കടന്നുപോയില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയൊരു നഗ്നസത്യം. കാരണം മുഖ്യധാര, കറണ്ട് വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ അപകടമാണ് എന്ന സിനിമകൾ തന്നെ ഇവിടെ ഈ കേരളത്തിൽ കൊണ്ടാടുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. ഇതൊരു വൈദ്യുതിയുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു ഡെവലപ്മെൻറ്റ് മാത്രം പ്രശ്നമല്ല, ഇതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആധുനികരായി എന്ന് പറയുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ ആധുനികരാണോ ആയത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ ഈ കൾട്ട് ഓഫ് ട്രഡീഷൻ എന്ന് പറയുന്ന ആദ്യത്തെ, മറ്റ് 14 ഘടകങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, തീർച്ചയായും അത് 14 ഘടകത്തിലേക്കും പോകണമെങ്കിൽ ചുരുങ്ങിയത് 14 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കാരണവശാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ കൾട്ട് ഓഫ് ട്രഡീഷനെ നമുക്ക് മറികടക്കാൻ ഇനി കഴിയാത്ത വിധത്തിൽ വിദ്യാഭ്യാസ പദ്ധതികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ അവർ IKS എന്ന് പറയുന്ന ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ട് ഏത് രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്? കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ഇതിൻ്റെ പാറ്റേൺ ആ രീതിയിൽ മാറുമ്പോൾ ഇതിപ്പോൾ അത് മാറില്ല, ഇത് മാറില്ല എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ SIR ഇവിടെ നടപ്പിലാക്കുമ്പോൾ എത്ര ആളുകൾ ഗൗരവപൂർവ്വം ആലോചിച്ചു? മുഖ്യധാരാ പാർട്ടികൾ ആ പ്രശ്നം ഉന്നയിച്ചു തന്നെ ഇല്ല മിക്കവാറും കേരളത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉന്നയിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പത്രവാർത്തയിൽ വന്നില്ല എന്നോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന വന്നില്ല എന്നുള്ള അർത്ഥമല്ല. വാസ്തവത്തിൽ ജീവൻ മരണ പ്രശ്നമാണല്ലോ SIR നടപ്പിലാക്കുന്നതിലൂടെ നടപ്പിലാക്കപ്പെട്ട്. ഇപ്പം രാജഗോപാലിന് പാസ്പോർട്ട് അവസാനം കിട്ടി. കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒട്ടനവധി ആളുകളും ഇന്ത്യയിലെ ജേർണലിസ്റ്റുകളുമൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാജഗോപാലിന് പാസ്പോർട്ട് കിട്ടി എന്നുള്ളത് തീർച്ചയായും നമുക്ക് സന്തോഷിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ രാജഗോപാലിന് പകരം അതൊരു മുസ്തഫ ആയിരുന്നെങ്കിൽ, അതൊരു ഫഹദ് ആയിരുന്നെങ്കിൽ, അതൊരു മൊയ്തീൻ ആയിരുന്നെങ്കിൽ ഈ പാസ്പോർട്ട് കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും 27 ലക്ഷം ആളുകൾക്ക് ബംഗാളിൽ പാസ്പോർട്ട് കിട്ടാതാവുമ്പോൾ കേരളത്തിലെ 7-8 ലക്ഷം പേര്, ഇപ്പോൾ ഒഴിവാക്കപ്പെട്ട 7-8 ലക്ഷം പേര്, ഞങ്ങളുടെ വാർഡിൽ 4 പേരുണ്ട്. ആരാലോചിക്കുന്ന 4 പേരുടെ കാര്യം ആലോചിക്കാൻ പോയിട്ട് 40 ആളുകളുടെ കാര്യം തന്നെ നമുക്ക് ആലോചിക്കാൻ സമയമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെ എത്ര വാർഡുകളിലാണ് 7 ലക്ഷം ആളുകൾ ചിതറിക്കിടക്കുന്നത്? അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ടാവുന്നത്? അവർ താലൂക്ക് ഓഫീസിൽ കയറി, വില്ലേജ് ഓഫീസിൽ കയറി, കലക്ട്രേറ്റിൽ കയറി അവരുടെ ജീവിതം അങ്ങനെ ആസാമിൽ ഇന്ന് എങ്ങനെയാണോ പൗരത്വം നിഷേധിക്കപ്പെട്ട മനുഷ്യർ നടന്നു നീങ്ങുന്നത്, അതുപോലെ തന്നെ നടന്നു നീങ്ങാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമുക്കതിൻ്റെ ഭീകരത ഉൾക്കൊള്ളാനോ അത് ആളുകളോട് പറയാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കൾട്ട് ഓഫ് ട്രഡീഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏത് കാര്യം സംഭവിക്കുമ്പോഴും നമ്മളിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഭയങ്കര ഭയമാണ്. എന്തിനാണ് ഭയം? ട്രഡീഷനെയാണ് ഭയം. ഈ ട്രഡീഷൻ ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ, കുംഭമേളക്ക് പോയില്ലെങ്കിൽ, ഈ ഒരു സംഭവം ചെയ്തില്ലെങ്കിൽ, ഉത്തരേന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന, ഒരിക്കലും കേരളീയർ കാണാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കെട്ടി എഴുന്നള്ളിക്കുമ്പോൾ ഇതൊന്നും പണ്ടില്ലാലോ, അങ്ങനെയല്ലേ ട്രഡീഷനെ നമ്മൾ തിരിച്ച് കൗണ്ടർ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ കൗണ്ടർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ എങ്ങനെ മാറി എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് അവരപ്രിയത്തെക്കുറിച്ചാണ് പറയുന്നത്, നമ്മൾ ഏത് നാരായണ ഗുരുവിനെക്കുറിച്ചാണ് പറയുന്നത്, ഏത് സഹോദരൻ അയ്യപ്പനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഏത് മാർക്സിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ പാരമ്പര്യം എന്ന് പറയുന്നത് എവിടെയാണ് നമുക്കതിനെ വിച്ഛേദിക്കാൻ പറ്റാതായിപ്പോയത്? എവിടെയാണ്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം.
ഇന്ത്യയിലുണ്ടായ ജ്ഞാനോദയം എന്നുള്ളത് ഇന്ത്യയിലെ മുഖ്യധാര എഴുത്തുകാരോ ചരിത്രകാരന്മാരോ ദാർശനികരോ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ ജ്ഞാനോദയം എന്ന് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആധുനികമായ ചിന്തയുടെ വെളിച്ചം ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് പ്രക്ഷേപിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന പ്രവണതയാണല്ലോ. യഥാർത്ഥത്തിൽ 1872 കാന്റ് എഴുതിയിട്ടുള്ള, ഞാൻ കണ്ടെടുത്തോളം കാന്റ് എഴുതിയിട്ടുള്ള ലേഖനം വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം തന്നെയാണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ജീവിച്ച ഒരാളാണല്ലോ കാന്റ്. അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ നമുക്കറിയാവുന്ന പോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളതാണ്. ഈ ഒരു മുദ്രാവാക്യം എങ്ങനെ ഉയർന്നു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർ നിവർന്നു നിന്ന് സംസാരിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അടിമത്തത്തിൻ്റെ ലോകമല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ ആശയപരമായ അടിമത്തത്തിൽ നിന്നാണ് മോചനം കിട്ടേണ്ടത് എന്ന് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞ അതേ കാലത്താണ് യഥാർത്ഥത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് വേണ്ട വിഭവങ്ങൾ പല രീതിയിൽ ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് വെറുതെ അങ്ങ് പറയാൻ പറ്റില്ല. അങ്ങനെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന, സമത്വം നിഷേധിക്കുന്ന, സാഹോദര്യം നിഷേധിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാതെ ശരിക്കും നമുക്ക് രോഗിയെ ചികിത്സിക്കാനേ കഴിയില്ല. ക്രൂസോയൊക്കെ പറയുന്നത് പോലെ നമ്മളൊരു മുമ്പിലൊരു പൊളിറ്റിക്കൽ ബോഡിയാണുള്ളത്. നമ്മളൊരു രാഷ്ട്രീയ ശരീരത്തെയാണല്ലോ അഭിമുഖീകരിക്കേണ്ടത്. ചർച്ച ചെയ്യുമ്പോൾ ഈ രാഷ്ട്രീയ ശരീരം യഥാർത്ഥത്തിൽ കടന്നു വന്ന വഴികൾ, ഈ ജീർണതകൾ മുഴുവൻ എങ്ങനെ എത്രമാത്രം പുറന്തള്ളിയിട്ടുണ്ട്. നമ്മൾ പുരോഗതി ഉണ്ട് എന്ന് പറയുന്നത് വീട്ടിന് മുമ്പിൽ വാഹനമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ നല്ല യന്ത്രങ്ങളുണ്ട് എന്നുള്ളത് നോക്കിയാണ്. തീർച്ചയായും അത് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതുണ്ടായത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല ആധുനിക ചിന്ത എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുണ്ടായത് കൊണ്ട് മാത്രം ജ്ഞാനോദയം ഉണ്ടാവുകയില്ല. റെയിൽ വന്നു കഴിഞ്ഞാൽ ജാതി പോകും എന്ന് മാസ് സങ്കല്പിച്ചതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം റെയിൽ വരുമ്പോൾ, ട്രെയിൻ വരുമ്പോൾ അതിലേക്കൊക്കെ ആളുകൾ കയറും. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കയറും. അപ്പോൾ ഈ പഴയ രീതിയിലുള്ള തൊഴിൽ കൂട്ടായ്മകളൊക്കെ അസ്തമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായും മാസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് അതേപടി എഴുതി വെക്കുന്നതിന് മുമ്പ് ഗാന്ധിജി ട്രെയിനിൽ കയറിയിട്ടുണ്ടായ അനുഭവമെങ്കിലും ഓർമ്മിച്ച് നോക്കട്ടെ. ആഫ്രിക്കയിൽ പോയ ഗാന്ധിജി കേസ് നടത്താൻ വേണ്ടി വിക്ടോറിയയിലേക്ക് പോകുമ്പോൾ ഇതേ ട്രെയിനിൽ നിന്നാണ് അവിടെ ക്രൂരമായി പിടിച്ച് ബലമായി പുറത്തേക്ക് ഇറക്കുന്നത്. കാരണം അവിടെ വർണ്ണവിവേചനമാണ് പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായാലും നിനക്കിതിൽ സഞ്ചരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചവിട്ടി പുറത്താക്കുന്നത്. അപ്പോൾ യാന്ത്രികമായി സംഭവിക്കാവുന്ന, യന്ത്രവൽക്കരണം കൊണ്ട് മാത്രം സംഭവിക്കാവുന്ന ഒരു പ്രക്രിയയല്ല നവോത്ഥാനം എന്ന് തിരിച്ചറിഞ്ഞത് ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കണ്ടെടുത്തോളം ഇന്ന് വരെ. അല്ലെങ്കിൽ എന്നെ തിരുത്താൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഇന്നലെ തൃശ്ശൂരിൽ നടന്ന ഒരു സംഭവത്തിൽ ഞാൻ പറയുകയുണ്ടായി, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും തിരുത്താൻ മരണം വരെയും തയ്യാറാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് ഒരുപക്ഷെ ഞാൻ പഠിച്ച ഒരു വിഷയത്തിൻ്റെ കൂടി പ്രത്യേകത ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഞാൻ സൂചിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ യാന്ത്രികമായി ഇത് പരിഹരിക്കുകയില്ല എന്നും, ഇന്ത്യയിലെ അടിമത്തം എന്ന് പറയുന്നത് ജാതി അടിമത്തമാണ് എന്നും, ഈ ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ പരിഹരിക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ പോലും സംബോധന ചെയ്യാൻ കഴിയുകയില്ല എന്നും പറഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു ദാർശനികൻ ഞാൻ കണ്ടെടുത്തോളം ഡോക്ടർ അംബേദ്കറാണ്. ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യനൊന്നുമല്ലല്ലോ. ഇന്ത്യ ഇത്രമാത്രം പഴഞ്ചനായ ഒരു കാലത്ത്, ഇത്രമാത്രം കൊടിയ ജാതി പീഡനം നിലനിൽക്കുന്ന ഒരു കാലത്ത്, ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ഓക്സ്ഫോർഡ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നുമൊക്കെ PhDയും അതുപോലെ തന്നെ ഹോണറി ഡോക്ടറേറ്റും ഒക്കെ ഒരാൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ മൻമോഹൻ സിംഗ് അവിടെ പോയി പഠിച്ചു എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊന്നും കാലം മാറാത്ത ഒരു വളരെ ട്രഡീഷണലായ ഒരു സൊസൈറ്റിക്കകത്ത് നിന്ന് അധസ്ഥിതനായ, ക്ലാസ്സിൽ ചാക്കിൽ മാത്രം ഇരിക്കാൻ വിധിക്കപ്പെട്ട, പലപ്പോഴും ക്ലാസ്സിന് പുറത്തിരുന്ന് ക്ലാസ് കേൾക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥി ലോകം തങ്ങേ അറ്റത്തുള്ള ഏറ്റവും ഉയർന്ന സർവകലാശാലകളിൽ പോയി ഏറ്റവും ഉയർന്ന ബിരുദങ്ങൾ വാങ്ങി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും പേറി നടക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നുള്ളത് നമ്മുടെ പൂർവികരോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.
അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 മാർക്സിസ്റ്റ് സൈദ്ധാന്തികരായ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ എന്ന രീതിയിൽ കേരളത്തിലെ പൊതുബോധത്തിൽ പൊതുമണ്ഡലത്തിൽ സ്ഥാനം പിടിച്ച 3 വ്യക്തികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മറ്റു വ്യക്തികളില്ല എന്നല്ല, ഒട്ടനവധി ആളുകൾ പല രീതിയിൽ മാർക്സിസത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ ഓരോ സന്ദർഭത്തിലെങ്കിലും വലിയ രീതിയിൽ സംഭാവനകൾ നൽകുകയും വലിയ രീതിയിലുള്ള ദാർശനികരായി കാണുകയും ചെയ്ത 3 വ്യക്തികൾ, ഒന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെ ദാമോദരനാണ്, മറ്റൊന്ന് EMS നമ്പൂതിരിപ്പാടാണ്, വേറൊന്ന് ഏറ്റവും ഒടുവിലായിട്ട് കെ വേണുവാണ്. ഇപ്പോൾ ഈ 3 പേരെയും കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിൽ വലിയ പണ്ഡിതന്മാരായി ദാർശനികരായ അല്ലെങ്കിൽ സൈദ്ധാന്തികരായിട്ടുള്ള മാർക്സിസ്റ്റുകൾ ആയിട്ടാണ് കാണുന്നത്. ഇവർക്ക് ചുറ്റുമോ അല്ലെങ്കിൽ ഇവരോടൊപ്പമോ ഒരുപാട് ആളുകൾ, എഴുത്തുകാരായിട്ടുള്ള ചിന്തകരായിട്ടുള്ള സൈദ്ധാന്തികമായ പരികല്പനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാൻ ഒരു സ്പെസിമെൻ എന്ന നിലയിൽ ഈ ഒരു ചെറിയ സമയത്ത് അവതരിപ്പിക്കാൻ എടുക്കുന്നത് ഈ 3 പേരെയാണ്. അപ്പോൾ ഈ 3 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കെ ദാമോദരൻ കേരളത്തിലുടനീളം വായിക്കപ്പെട്ട ഒരാളാണ്. പല വേദികളിൽ പോകുമ്പോൾ ഞാനിപ്പോൾ അടുത്ത് യുവകലാ സാഹിത്യയുടെ ഒക്കെ ചില പരിപാടികളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കെ ദാമോദരനെ കുറിച്ച് വളരെ ഗംഭീരമായി പറയുന്നത് തീർച്ചയായും പറയാൻ അർഹതയുള്ള ഒരാളാണ്. ഒട്ടനവധി രചനകൾ നിർവഹിച്ചിട്ടുണ്ട്, പണ്ഡിതനായിരുന്നു, സ്കോളറായിരുന്നു, വളരെ യുണീക്കായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കെ ദാമോദരൻ ഭാരതീയ ചിന്ത എഴുതിയപ്പോൾ 44 ആളുകളെക്കുറിച്ച് എഴുതി. അതിൽ ഗാന്ധിയുണ്ട്, നെഹ്റു ഉണ്ട്, ഇക്ബാലുണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ അംബേദ്കറിൽ എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രധാന ചോദ്യമാണ്. കാരണം 1936 തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് വന്നിരുന്നു. 2 വർഷം തന്നെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ 2ാമത്തെ പ്രിൻ്റ് ഗാന്ധിജിക്കുള്ള മറുപടി സഹിതം വന്നിരുന്നു. ഗാന്ധിജിക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയോടുള്ള പുച്ഛമോ പരിഹാസമോ ഇല്ല. അതിൽ തന്നെ അദ്ദേഹം ആമുഖമായി പറയുന്നുണ്ട്, ഏതെങ്കിലും വളരെ മീനായ മനുഷ്യർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊന്നും പിന്നാലെ ഞാൻ പോകാറില്ല, ഇത് മഹാത്മാവാണ് ഇത് ഉന്നയിച്ചത് എന്നുകൊണ്ട്, എങ്കിലും മഹാത്മാവ് എൻ്റെ എഴുത്തിനെ പരിഗണിച്ചു എന്ന ആദരവോടുകൂടി ഇതിന് മറുപടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിലാണ് ഗാന്ധിജിക്കുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 2ാമത്തെ എഡിഷനിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വന്ന ശേഷമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ തന്നെ, സൈദ്ധാന്തികരൊക്കെ തന്നെ പുസ്തകങ്ങൾ എഴുതുന്നത്. പക്ഷെ അവരുടെ കണ്ണിലേക്കൊന്നും തന്നെ ഒരു കാരണവശാലും അംബേദ്കർ കടന്നു വന്നില്ല എന്നത് ആണ് അവരുടെ പ്രധാനപ്പെട്ട പ്രബലമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഇവരെക്കുറിച്ചൊക്കെ ഇപ്പം കെ ദാമോദരൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്നുള്ളതൊക്കെ മാർക്സിസ്റ്റ് രീതിയിലും സാമൂഹ്യ ശാസ്ത്രപരമായ രീതിയിലും മനുഷ്യനെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. പക്ഷെ അവിടെ പോലും കാടന്മാരും അപരിഷ്കൃതരും എന്നൊരു അധ്യായം തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മൾ തിരുത്തി കഴിഞ്ഞു. ഒരു മനുഷ്യനെക്കുറിച്ചും ഇന്ന് ഒരു വിഭാഗം ആളുകളെ കൊണ്ടും ഈ ലെവി സ്ട്രോസ് ആമസോണിലെ കാട്ടിൽ പോയിട്ട് അവിടെ കണ്ടവരെക്കുറിച്ച് എഴുതിയതിനാണ് യാക്ക് ഡെറിഡ ഡീകൺസ്ട്രക്ട് ചെയ്ത്. കാരണം അവരെക്കുറിച്ച് പോലും അപരിഷ്കൃതരാണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശമില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് അർദ്ധമനുഷ്യരാണ് എന്ന് ഷേക്സ്പിയർ ഉൾപ്പെടെ ഒട്ടനവധി പാശ്ചാത്യ എഴുത്തുകാർ പറഞ്ഞത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കാലത്ത് പഠിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മനുഷ്യർ, മുണ്ടെടുത്ത മനുഷ്യൻ അപരിഷ്കൃതനും പേൻ്റെടുത്ത മനുഷ്യൻ പരിഷ്കൃതനുമാണ് എന്ന്, അല്ലെങ്കിൽ പ്രത്യേക ഉപകരണം ഉപയോഗിക്കുന്ന ആളുകൾ പരിഷ്കൃതനും ഉപയോഗിക്കാത്ത ഒരു വ്യക്തി അപരിഷ്കൃതനുമാണ് എന്ന്, അല്ലെങ്കിൽ പ്രത്യേക വാക്ക്. ഇപ്പം നമ്മൾ ആലോചിച്ചോക്കാം, മയ എന്ന് പറഞ്ഞതിന് എന്തെല്ലാം പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. മയ എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ മയ എന്ന് പറയുന്നുണ്ട്. എത്രയോ ആളുകൾ, ഡോക്ടർ ഷംസാദ് ഹുസൈൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള ഗവേഷണത്തിൽ അവർ ഡോക്ടർ എം ഗംഗാധരൻ്റെ കീഴിൽ ചേരുള്ള ഗവേഷണ പ്രബന്ധത്തിൽ ആളുകളെ കണ്ട് സംസാരിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു ഓറൽ ഹിസ്റ്ററിയാണ് ശേഖരിച്ചതെന്ന് അതിൽ പറഞ്ഞ. അപ്പോൾ അതൊന്നും മലയാളമായി അംഗീകരിക്കാത്ത മനുഷ്യരുണ്ടാവും. പക്ഷേ അത് ഈ മനുഷ്യർ സംസാരിച്ചിട്ടുള്ള, കേരളത്തിലെ മനുഷ്യർ സംസാരിക്കുന്ന, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും 6 നാട്ടിൽ 100 ഭാഷ എന്നല്ലേ നമ്മൾ പണ്ടേ പറയാറ്. പക്ഷേ ഇത്രയൊക്കെ പുരോഗമിച്ച് എന്ന് പറയുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചില ഭാഷകൾ ഉത്തമവും ചില ഭാഷകൾ അധമവുമാണ് എന്ന് ലീലാതിലകത്തിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ പുരോഗമനവാദ കേരളത്തിലെ ജനാധിപത്യവാദികളായിട്ടുള്ള മനുഷ്യർ വിശ്വസിക്കുന്നത് ചിലത് വളരെ ഉത്തമവും ചിലത് വളരെ അമധമവുമാണ് എന്നാണ്.
അപ്പോൾ ഈ ഉത്തമ അധമ ദ്വന്ദ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് പാശ്ചാത്യ കേന്ദ്രിതം എന്ന് പറയാം, ജാതി കേന്ദ്രിതം എന്ന് പറയാം, ഏത് കേന്ദ്രത്തിൽ നിന്നായാലും ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണത്. ഭരണകൂടത്തിൻ്റെ ഭാഷാ സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണത്. അപ്പം ഭരണകൂടത്തിൻ്റെ ഭാഷാ സങ്കല്പം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഭരണകൂടം, അതാണ് ഇവിടെ പറഞ്ഞ പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നുള്ളത്. സിവിൽ സൊസൈറ്റിയും പൊളിറ്റിക്കൽ സൊസൈറ്റിയും ഇത് രണ്ടും ചേർന്നാണ് ഗവൺമെൻറ് എന്നുള്ളത്. വാസ്തവത്തിൽ ഗാന്ധിജിക്ക് ഈ കാര്യത്തിൽ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രെഡറിക് ജെയിംസ് പറയുന്നുണ്ട്, കേരളത്തിലെ ഇറ്റ് ഹാസ് ബിക്കം എൻ ഹൗസ് ഹോൾഡ് അഫെയർ എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ എവിടെ പോയാലും ഗാന്ധിജിയുടെ പേര് കേൾക്കുന്നതുകൊണ്ട് ആണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏത് കൃതിയിലും ഗാന്ധിജിയുടെ പേര് കാണുന്നതുകൊണ്ടായിരിക്കണം അങ്ങ് അമേരിക്കയിലിരുന്ന് കഴിഞ്ഞ വർഷം മരിച്ചു പോയിട്ടുള്ള ഫ്രെഡറിക് ജെയിംസൺ ഒരു ലേഖനത്തിൽ ഈ കേരളത്തിലെ ഒരു ഹൗസ് ഹോൾഡ് അഫെയർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് അത് ഹൗസ് ഹോൾഡ് അഫെയർ ആയത്? എന്തുകൊണ്ടാണ് അത് ഹൗസ് ഹോൾഡ് അഫെയർ ആയത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 92 ഡിസംബർ 6 അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് വരെയും ആളുകൾ വിചാരിക്കുന്നത് തകർക്കില്ല, ഇതിങ്ങനെ ഒരു ഭീഷണി. കാരണം ഇന്ത്യയിൽ വലിയ ഗംഭീര പട്ടാളമുണ്ട്, വലിയ ഗംഭീര പോലീസുണ്ട്, റോ ഉണ്ട്, IB ഉണ്ട്, മറ്റ് ചാര കണ്ണുകളുണ്ട്, ഒരുപാട് സംവിധാനം. ഇത്രമാത്രം ദൃഢമായിട്ടുള്ള, ഇത്രമാത്രം കേമമായിട്ടുള്ള ഒരു ഭരണകൂടമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ എങ്ങനെ തകർക്കാൻ, ആർക്ക് തകർക്കാൻ കഴിയും എന്നാണ് വിചാരിച്ചത്. ഏജാസ് അഹമ്മദ് ആകെ പാവം ഇതായിപ്പോയി. കാരണം അദ്ദേഹം TK കൊണ്ട് പറഞ്ഞതുപോലെ ക്ലാസിക്കൽ മാർക്സിസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല എന്നുള്ള ഒരാളായിരുന്നു. കേരളത്തിൽ വന്നപ്പോൾ 3 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു സന്ദർഭം എനിക്കുണ്ടായിരുന്നു, അഭിമുഖം നടത്താനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന, അവസാനം BJPയുടെ ഭരണം കൊണ്ട് വന്നതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് മരിച്ച് അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ട ഏജാസ് അഹമ്മദ് പറയുകയാണ്, ഇന്ത്യയെ എനിക്കിതുവരെ മനസ്സിലായില്ല, ഇന്ത്യയെ ഞാൻ മനസ്സിലാക്കിയ ഇന്ത്യയല്ല എന്ന് പറയുകയും അദ്ദേഹം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് മെയ് മാസം 2003 മെയ് മാസം ചെയ്തിട്ടുള്ള കൽക്കത്തയിൽ ചെയ്തിട്ടുള്ള പ്രഭാഷണം അദ്ദേഹം തിരുത്തി എഴുതുകയും ഗാന്ധിജിയുടെ വെളിച്ചത്തിൽ ഇന്ത്യയെ വായിക്കുന്നു എന്ന് മാറ്റി എഴുതുകയും അത് സോഷ്യൽ സയൻറ്റിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുകയും തുടർന്ന് എഴുതിയിട്ടുള്ള ലേഖനങ്ങളെല്ലാം കൂടി ഡൽഹിയിൽ നിന്ന് ലെഫ്റ്റ് വേർഡ് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ എന്ത് പുസ്തകം ഉണ്ടായിട്ടെന്താണ്, നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് പുസ്തകങ്ങൾ മാത്രം ആശ്രയിച്ചില്ലല്ലോ. പുസ്തകത്തിലെല്ലാം ഉണ്ടാവും, പക്ഷേ ഈ പുസ്തകം ആ രീതിയിൽ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ വികസിപ്പിച്ചെങ്കിൽ മാത്രമേ, രാഷ്ട്രീയ സാമൂഹിക പരിപ്രേക്ഷ്യം നമ്മൾ വികസിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക്. അതുകൊണ്ട് വളരെ നിരാശാഭരിതനായിരുന്നു ഏജാസ് എന്ന് അദ്ദേഹം ന്യൂസ് ക്ലിക്കുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും അത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. കാരണം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ആളുകൾ പറയുമ്പോൾ പോലും അത് തിരിച്ചറിയാൻ തയ്യാറില്ലാത്ത വിധത്തിലേക്ക് എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഒരു മൂഢ സങ്കല്പ സ്വർഗത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്, പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പം നമ്മൾ ഈ പറയുന്നതൊക്കെ കപടമായിട്ടാണോ? നമ്മൾ ഈ പറയുന്നതൊക്കെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ, കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ, സത്യസന്ധയില്ലാതെ പറയുകയാണോ? കാരണം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വരുന്നതല്ലല്ലോ. സോഷ്യലിസം വന്ന റഷ്യയിലേക്ക് കസാൻസാക്കിസ് പോയത് അദ്ദേഹത്തിൻ്റെ ആത്മകഥമായ റിപ്പോർട്ടർ ഗിക്കോയിലെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അവിടെ വിപ്ലവത്തിന് മുമ്പ് പോയപ്പോൾ താമസിച്ച അതേ കവിയുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. പക്ഷേ ആ കവിയുടെ വീട്ടിൽ വലിയ വീടായിരുന്നു, 5 മുറികൾ ഉണ്ടായിരുന്നു. പക്ഷേ മുമ്പ് ഞാൻ പോയ സുഖം എനിക്കുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ ഇരുട്ട് മുറിയാണ് എനിക്ക് തന്നത്. കാരണം വെളിച്ചം കിടക്കുന്ന മുറികളൊക്കെ തൊഴിലാളികൾക്ക്, കുട്ടികളുള്ളത് കാരണം വിട്ടുകൊടുത്തിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറുതെ ഇങ്ങനെ പ്രഭാഷണം നടത്തിയത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾക്ക് ഒരുപാട് ത്യാഗം ചെയ്താൽ മാത്രം സംഭവിക്കുന്ന, ഒരുപാട് ഇന്ന് അനുഭവിക്കുന്ന പ്രിവിലേജുകൾ വേണ്ട എന്ന് വെക്കാൻ തയ്യാറാവുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് സോഷ്യലിസം എന്ന് അറിഞ്ഞാണോ അറിയാതെയാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതുകൊണ്ട് തീർച്ചയായും നമ്മളെപ്പോഴും പറയുന്നത്, നമ്മൾ ഈ ആരെങ്കിലും ജാതിയെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ സ്വത്വവാദമാണ്, ഇതാ ഇവിടെ വർഗവിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ തടയാൻ പോവുകയാണെന്ന് പറയും. ഈ പറയുന്നവർക്ക് ഇത് വർഗവിപ്ലവത്തോടോ ഈ പറയുന്ന സ്വത്വമെന്ന് പറയുന്ന, ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഇന്ത്യയിലെ വർണ്ണജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന, ഇകഴ്ത്തപ്പെടുന്ന, മാറ്റിവെക്കപ്പെടുന്ന
സ്ഥാപനവൽകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥക്കകത്ത് രോഹിത് വെമു മുതൽ നിതിൻ രാജ് വരെയുള്ള കുട്ടികളോടോ എന്തെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്നത് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. നമ്മളിങ്ങനെ ബാഹ്യമായി ഭക്ഷണം കഴിച്ചു സുഖകരമായി ജീവിക്കുന്ന ആളുകളാവുന്നതിലൊരു തെറ്റുമില്ല. സമൃദ്ധി ഉണ്ടാവും, അതൊക്കെ അതിനനുസരിച്ച് മനുഷ്യർ ഉപയോഗിക്കുമെന്നുള്ളത് മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ്. പക്ഷെ അത് മാത്രമാണ് ഇന്ത്യ എന്നോ അതുമാത്രമാണ് കേരളമെന്നോ അതുമാത്രമാണ് യാഥാർത്ഥ്യമെന്നോ പറയുകയാണെങ്കിൽ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയ ഒരു ആത്മവഞ്ചന അതിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇന്ന് ഫാസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അംബർട്ടോ ഇക്കോ പറയുന്ന ഈ ഒന്നാമത്തെ കാര്യത്തിലെ തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ കാര്യങ്ങൾ. കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആധുനികതയോടുള്ള വിരോധം തന്നെയാണ്. കാരണം അംബേദ്കർ പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞത് ഈ സാമ്പ്രദായികമായ നമ്മുടെ ഈ പാഠങ്ങളൊക്കെ തന്നെ വർണ്ണജാതി വ്യവസ്ഥയെ, സനാതനധർമ്മത്തെ സാധൂകരിക്കുന്ന പാഠങ്ങളാണ്. ഇവയെ തള്ളിപ്പറയാതെ നമുക്കൊരു തരത്തിലും ജാതി നിർമൂലനം സാധ്യമല്ല എന്നാണ്. റീഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിലായാലും ശരി, ആരാണ് ശൂദ്രൻ എന്നുള്ള കൃതിയിലായാലും ശരി. ഇപ്പോൾ ഇതൊക്കെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വരില്ല കേട്ടോ. അതൊന്നും ഇനി മുതൽ പ്രസിദ്ധീകരിക്കേണ്ട എന്ന രീതിയിൽ ഉത്തരവുകൾ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും തടഞ്ഞു വെക്കാൻ കഴിയില്ല. കാരണം ഒരു വശത്ത് ഈ വാൾട്ടർ ബെഞ്ചമിനൊക്കെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ടെക്നോളജിയുടെ പുരോഗതിക്ക് മുതലാളിത്തവുമായും അതിൻ്റെ വികാസവുമായും അതിൻ്റെ ചൂഷണവുമായും ഒക്കെ ഒരു വശത്ത് ബന്ധമുണ്ടെങ്കിലും മറുവശത്ത് അത് തുറന്നു വെക്കുന്ന ഒരു ജനാധിപത്യ സാധ്യതയെക്കുറിച്ച് ഫാസിസത്തിൻ്റെ തന്നെ ഇരയായ ഫാസിസ്റ്റുകൾ പിടിച്ചപ്പോൾ, SS പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിലുണ്ടായിരുന്ന ഒരു കൂട്ടം ഗുളിക വായിലേക്കിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള വലിയ ദാർശനികനായുള്ള വാൾട്ടർ ബെഞ്ചമിൻ നിരീക്ഷിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെയാണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഈ ടെക്നോളജിയുടെ ഒരു കാലത്ത് ഇവിടെ അങ്ങനെ അടച്ചു വെക്കാൻ കഴിയില്ല. ഒരു കാര്യവും ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നില്ല എന്നേ ഉണ്ടാവുള്ളൂ. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഉത്ഭുതരായിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെൻസസിന് പോയപ്പോൾ ഒരു വീട്ടിൽ പോയി എൻ്റെ മകള്, അവൾ ഹൈസ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ അവിടെ അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ SC/ST എന്നതിൽ മാർക്ക് ചെയ്യാണ്ടല്ലോ, SC/ST ആണോ എന്ന് ചോദിച്ചു. അതെന്താ ചുമരിൽ കാണുന്നില്ല എന്നാണ് ആ വീട്ടുകാരൻ ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചുമരിൽക്കാരൻ? അപ്പോഴാണ് അവൾ നോക്കുന്നത്, അംബേദ്കറുടെ ഫോട്ടോ ഉണ്ട് അവിടെ, അയ്യങ്കാളിയുടെ ഫോട്ടോ ഉണ്ട് അവിടെ. അപ്പോഴാണ് അവിടെ. അപ്പോൾ അവൾ ചോദിച്ചു വെറുതെ, അത് മറ്റുള്ളവർക്ക് വെച്ചൂടെ? അയാൾ പറഞ്ഞു മറ്റുള്ളവർ വെക്കില്ല. സത്യം അതാണ്. നിങ്ങളോ ഞാനോ എന്തുകൊണ്ട് വെക്കുന്നില്ല എന്നത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ കേരളത്തിലെ മനുഷ്യർ, ഇന്ത്യയിലെ മനുഷ്യർ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കാര്യം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ഈ സ്വത്വം എന്നുള്ളത് ഒരു തെറി അഭിഷേകമായി, ഒരു തെറിപ്പദമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സംഭവിക്കുന്നത് ഒരു തരത്തിലുള്ള വിമോചനവും ഒരുപക്ഷെ അസാധ്യമാകുന്ന ഒരു അന്തരീക്ഷത്തെ നമ്മൾ തന്നെ ഊട്ടി വളർത്തുന്ന ഒരു സാഹചര്യം മാത്രമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അംബേദ്കർ മുന്നോട്ട് വെച്ച ട്രഡീഷൻ, അംബേദ്കർ മഹതിലെ വെള്ളം കുടിക്കുമ്പോൾ അവരോട് പറഞ്ഞല്ലോ, വെള്ളം നമുക്ക് ഇവിടുന്നല്ല എങ്കിൽ എവിടെ നിന്നും കുടിക്കാം. പക്ഷേ ഇവിടുത്തെ വെള്ളം കുടിക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ്. അത് അദ്ദേഹം പലതവണ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ഈ സങ്കല്പം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുകയും ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർണ്ണവിവേചനം ഇല്ലാത്ത ഒരു ലോകത്തെ, ഒരു കാഴ്ചപ്പാടിനെ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ സ്വാംശീകരിക്കുകയും ആ ഒരു പരിപ്രേക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെ, മഹാഭൂരിപക്ഷം വരുന്ന, നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ബ്രാഹ്മണർ എന്നുള്ളത്. ഈ ബ്രാഹ്മണർക്ക് മാത്രമാണ് സംസ്കൃതം പഠിക്കാനും സംസ്കൃതജന്യമായിട്ടുള്ള പാഠങ്ങൾ പഠിക്കാനും ആ കാലത്ത് എന്തായാലും അവകാശം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അപകടവും നമ്മൾ കാണുകയാണ്. ഇവിടെ ഡോക്ടർ ശ്യാമകുമാറിനെ പോലുള്ള ആളുകളൊക്കെ സംസ്കൃതമൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമാണ്. കാരണം അവരൊരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാഠങ്ങളിൽ മുൻനിർത്തിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് മുമ്പ് ആളുകൾ പഠിക്കാത്തതുകൊണ്ട്, ആളുകൾക്ക് അന്യമായതുകൊണ്ട്, നമ്മളെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കരുത് എന്ന ഭയമുള്ളതുകൊണ്ട് തീർച്ചയായും ചോദിക്കാതെ പോയ ചോദ്യങ്ങൾ ഇന്നത്തെ ഈ ഇന്ത്യയിലും കേരളത്തിലും ലോകത്തും
അത് പറയുന്നത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ ആണെന്നല്ല, കേരളത്തേക്കാൾ കൂടുതൽ മറ്റ് പല സന്ദർഭത്തിലും മറ്റ് പല സാഹചര്യങ്ങളിലും ഇതിലെയൊക്കെ ഈ പറയുന്ന ജന്തർ മന്ദിർ സമരത്തിൽ MA ബേബിയുണ്ട്, ചന്ദ്രശേഖർ ആസാദുണ്ട്, മറ്റ് പല പ്രദേശങ്ങളിലുള്ള ദളിത് ആക്ടിവിസ്റ്റുകളുണ്ട്, മറ്റ് പലതരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളുണ്ട്, പലരും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എത്തുന്നതല്ല, മറിച്ച് കുറേ കാലമായി ഒരു കൗണ്ടറായിട്ടുള്ള ഒരു ചിന്ത ഇവിടെ ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഗാന്ധിജി പറയുന്നത് ആശയാധികാര വ്യവസ്ഥ എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പറയേണ്ടത് തന്നെയാണ്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തിലെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീകരത എന്നുള്ളത് ഒട്ടും കുറച്ച് കാണേണ്ട ഒരു സത്യമല്ല. പക്ഷേ ഈ കോർപ്പറേറ്റ് ഭീകരത പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹിംസാത്മകമായി പ്രവർത്തിക്കുന്ന ആശയാധികാര വ്യവസ്ഥയെക്കുറിച്ച് ഇറ്റലിയിലെ ജയിലിലിരുന്ന് മുസോളിനി പറഞ്ഞ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുതലാളിത്തത്തിൻ്റെ ആധുനിക വികാസം വരുമ്പോൾ ഈ പഴഞ്ചൻ ചിന്തകളൊക്കെ തന്നെ, ട്രഡീഷണലായ ചിന്തകളൊക്കെ തന്നെ അപ്രത്യക്ഷമാവും എന്ന് വിചാരിച്ച ഗ്രാംജി അദ്ദേഹം കാണുന്നത് ആധുനിക തൊഴിലാളി വർഗം ഒരു പരിധിവരെ ഉയർന്നു വന്ന ഇറ്റലിയിലും ജർമ്മനിയിലും പോലും വളരെ ട്രഡീഷണലായിട്ടുള്ള പിന്നോട്ട് നടത്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് എന്ന ഒരു പരികല്പന തന്നെ മുമ്പോട്ട് വെക്കുന്നത്. ഈ സാമ്പ്രദായിക ബുദ്ധിയുള്ള ഇവിടെ ഈ വസ്ത്രം ധരിക്കാതെ വന്നത്, അല്ലാതെ വസ്ത്രം ഭാഗികമായാണ് ധരിച്ചത്. GP രാമേന്ദ്രൻ പറയുന്നത് അതേ ക്ലോസപ്പിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം തന്നെ നഗ്നരാണ്, ഏതാണ്ട് അടുത്ത വർഷം അവർ പൂർണ്ണ നഗ്നരാവും എന്ന് തന്നെയാണ്. അപ്പം ഈ തരത്തിലേക്ക് പഴഞ്ചന ഇപ്പോൾ വസ്ത്രം S. ജോസഫിൻ്റെ കവിതയിലൊക്കെ ചോദിക്കുന്ന പോലെ വസ്ത്രം ധരിക്കാതെ നടക്കുന്നത് ഒരു ആഢ്യത്വമായി കാണുകയും ഈ നൂലുകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് ശതമാനം വളരെ കുറവായിരിക്കും. പക്ഷേ അതിനോടുള്ള നമ്മളുടെ ആദരവും അതിനോടുള്ള നമ്മളുടെ ഭക്തിയും അതിനോടുള്ള നമ്മുടെ ന്യായീകരണങ്ങളും സാധൂകരണങ്ങളും കണ്ടു കഴിഞ്ഞാൽ വളരെ ഗൗരവമായി ഇതിനെ നമ്മൾ സമീപിച്ചില്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗം പോലും, തൊഴിലാളി വർഗം ശരിക്കൊരു വർഗം എന്ന നിലയിൽ വെറുതെ കുറച്ച് ആളുകൾ എന്ന അർത്ഥത്തിലല്ലാലും തൊഴിലാളി വർഗം എന്നുള്ള പരികല്പന മാർക്സ് വികസിപ്പിച്ച് ബ്രിട്ടനിലൊക്കെ ഉണ്ടായിട്ടുള്ള മാഞ്ചസ്റ്ററിലൊക്കെ ഉണ്ടായിട്ടുള്ള തൊഴിലാളി വർഗത്തെ കണ്ടിട്ടാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആധുനിക തൊഴിലാളി വർഗം പോലും രൂപപ്പെടാത്ത ഒരു രാജ്യമായി നമ്മൾ നിലനിൽക്കുകയും നമ്മളിപ്പോഴും ജാതികളായി മതങ്ങളായി വളരെ സങ്കുചിത ദേശീയവാദികളായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് ബഹുസ്വരതയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ, നമുക്ക് അപരത്വത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അപരത്വം എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രമാത്രം സത്യസന്ധമാണ് ആ കാര്യത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഇന്ത്യയിൽ നിന്നല്ലേ ലോകമറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ടുള്ള MF ഹുസൈൻ രാജ്യം വിട്ടു പോകേണ്ടി വന്നത്? മറ്റൊരു കാരണമല്ലല്ലോ, ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുള്ള ചിത്രങ്ങൾ പോലെ, പ്രതിമകൾ പോലെ, സ്കൾപ്ചേഴ്സ് പോലെ, അതുപോലുള്ള കാഴ്ചകൾ പോലെ ചില കാഴ്ചകൾ ആവിഷ്കരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമല്ലേ അദ്ദേഹം ആരെയും തെറി വിളിച്ചിട്ടില്ല, ഒരു ബസ്സിന് പോലും കല്ലെറിഞ്ഞിട്ടില്ല, മറ്റ് വലിയ രീതിയിലുള്ള ദേശീയ വിരുദ്ധമായ അല്ലെങ്കിൽ വലിയതോ ചെറിയതോ ആയ ദേശവിരുദ്ധമായ പ്രഭാഷണങ്ങളോ എഴുത്തോ നടത്തിയിട്ടില്ല. വെറും ചിത്രം വരച്ചു എന്ന പേരിൽ ഈ രാജ്യത്തെ ഒരു മനുഷ്യന് പുറത്തു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേർ പ്രതികരിച്ചു, നമ്മൾ എത്ര പേർ ആ കാര്യത്തിൽ ദുഃഖിച്ചു, വേദനിച്ചു? അതൊരു വിഷയമായി നമുക്ക് തോന്നിയോ? അപ്പം നമ്മൾ അത് തന്നെയാണ് ഈ ഭരണകൂടത്തിന് അറിയാവുന്ന ഒരു കാര്യം. കാരണം അപരത്വം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ എളുപ്പം കൊല്ലാൻ പറ്റും, എളുപ്പം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും, എളുപ്പം ഡീഫ്രാഞ്ചൈസ് ചെയ്യാൻ പറ്റും. അത് ഭരണകൂടത്തിന് കൃത്യമായി അറിയാം. അത് ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നും ആണ് ലോകം പഠിച്ചതെങ്കിൽ ഇന്ത്യയിൽ അത് മനുവാദ കാലം മുതൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഏറ്റവും ഗൗരവ രീതിയിലുള്ള ഏറ്റവും മൂർത്തമായ രീതിയിലുള്ള ആവിഷ്കാരം ഇവിടെ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങളും അകലെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും തന്നെ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഞാനും മനുഷ്യരാണെന്നൊക്കെ പറയും, പക്ഷേ ഈ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയേക്കും, ഒരുപക്ഷെ ദൂരത്തേക്ക് വലിച്ചിട്ടേക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കേദാമോദരൻ്റെ പുസ്തകത്തിലെ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന നിലയിലല്ല, മറിച്ച് കേദാമോദരനായാലും EMS ആയാലും ഇവരെ രണ്ടാളേക്കാളും അപ്പുറത്താണ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വേണുവിൻ്റെ കാര്യം.
കാരണം കേവേണ് വരുന്നത് ഇന്ത്യയിലെ മണ്ഡൽക്കാലത്തുമൊക്കെ വളരെ രീതിയിൽ ദളിതുകളും പിന്നോക്കക്കാരും ഒക്കെ ഈ ജാതി വ്യവസ്ഥയെ വിമർശിക്കാനും, ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയിലെ വലിയൊരു തടസ്സം, എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും തടസ്സമെന്ന് തിരിച്ചറിയാനും അതിന് ഒട്ടനവധി രചയിതാക്കളും അതുമായി ബന്ധപ്പെട്ട എഴുത്തുകളുമൊക്കെ വരുന്ന ഒരു കാലത്താണ്. എന്നിട്ട് പോലും അദ്ദേഹം ഏത് മൂഢ സ്വർഗത്തിലേക്കാണ് വഴുതിപ്പോയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളങ്ങനെ ഒരു കാരണം അവരെയാണല്ലോ ഇതിനെ നേതൃത്വമായി കാണുന്നത്. ഇപ്പം EMS ശങ്കരനെ കുറിച്ച് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? EMS ശങ്കരനെ അനുകൂലമായും പറഞ്ഞിട്ട് പ്രതികൂലമായും പറഞ്ഞിട്ട് അത് മറ്റൊരു കാര്യം. പക്ഷേ പ്രതികൂലമായി പറയുമ്പം പോലും അവിടെയുള്ള പ്രശ്നം എന്താണ്? ശങ്കരൻ ഹെഗലിന് തുല്യമായ ഇന്ത്യയിലെ ഭയങ്കര ദാർശനിക, കേരളത്തിലെ വലിയ ദാർശനികനാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരോട് ഏതെങ്കിലും കുട്ടികളോട് കേരളത്തിലെ ഒരു ദാർശനികനെ ചോദിച്ചാൽ ശങ്കരനെ പറയാം, നാരായണഗുരുവിനെ പറയില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരികല്പനയല്ലേ, ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സങ്കല്പമല്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഒരു കാഴ്ചപ്പാടല്ലേ. അതുകൊണ്ട് നമ്മളെ തന്നെ തിരുത്തുന്നു വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു അടിയും മുന്നോട്ട് നീങ്ങില്ല. അപ്പം നമ്മൾ തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒച്ചത്തിൽ സത്യം വിളിച്ചു പറയുകയും അങ്ങനെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടവരൊക്കെ തന്നെ അത് ആവർത്തിക്കുകയും അങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നമ്മളെ തന്നെ നവീകരിക്കുകയും. എന്നോടിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലബ്ബ് ഹൗസിൽ നടന്നിട്ടുള്ള എൻ്റെ തന്നെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ചർച്ചയിൽ നിങ്ങൾ EMSനെ വാഴ്ത്തിയിട്ടില്ലേ, EMSനെ കുറിച്ച് പിന്നെ എന്തുകൊണ്ട് വിമർശിച്ചില്ല എന്ന ചോദ്യം അവിടെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം, തീർച്ചയായും ഞാൻ EMSനെ അങ്ങനെ ആ രീതിയിൽ തന്നെ കണ്ട ഒരാളായിരുന്നു. EMS അന്തരിച്ച സമയത്ത് എനിക്ക് വല്ലാത്തൊരു മാനസികമായ വിഷമമുണ്ടായി. കാരണം EMSൻ്റെ കൃതികളിൽ കൂടിയും പ്രവർത്തനങ്ങളിൽ കൂടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ പോയപ്പോൾ എൻ്റെ മുമ്പിൽ അന്നുണ്ടായിട്ടുള്ള ഞാൻ അന്ന് ഒരുപാട് ചരിത്രമൊന്നും പഠിച്ച ഒരാളല്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട മേഖലയിലും അല്ലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മേഖലയിലും അത്രയൊന്നും കടന്നു വന്നില്ല. പക്ഷേ ഒരു മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ EMSുമായിട്ടുള്ള വലിയ അപ്പോൾ ഞാൻ ഹിന്ദു പത്രം ഇങ്ങനെ നോക്കും, എല്ലാ ദിവസവും വായിക്കും ആ കാലത്തൊക്കെ. അപ്പോൾ ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനവും EMSനെ കുറിച്ച് വരുന്നില്ല. വാർത്തയുണ്ട്, EMS മരിച്ചതിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. അപ്പോൾ അന്ന് ഈ ടൈപ്പ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ കോട്ടേഴ്സിൻ്റെ മുറ്റത്തിരുന്ന് ഒരു ലേഖനം എഴുതി, അത് ഇതുപോലെ തപാലിലൊക്കെ അയച്ച് അവിടെ കിട്ടി. 19-ാം തീയതിയാണ് EMS മരിക്കുന്നതെങ്കിൽ 30-ാം തീയതി എഡിറ്റ് പേജിൽ തന്നെ അവരത് പ്രസിദ്ധീകരിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട അതിലുള്ള ആ ആർഗ്യുമെൻറ്റിലൊക്കെ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്ന ആൾ തന്നെയാണ്. കാരണം വേറിട്ട ഒരു എക്സ്പെരിമെൻറ്റ് EMS മുന്നോട്ട് വെച്ചു എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ കൊടുത്തത്. അതാണ് EMS ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് മാർക്സ് എന്നാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ EMS മരിക്കുന്ന ദിവസം ഒപ്പിട്ടത് EMS നമ്പൂതിരിപ്പാട് എന്ന് വെച്ചാണ്. നമ്പൂതിരിപ്പാട് എന്ന് EMS വെക്കേണ്ടിയിരുന്നില്ല എന്ന് വാസ്തവത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ സഖാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾക്കോ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവത്തിൽ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസ് ചർച്ചയിൽ ഞാൻ അവരോട് കുറ്റസമ്മതം നടത്തി. തീർച്ചയായും കാരണം ഒരു ശരിയൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും വേണം. മറ്റു പല വിമർശനങ്ങളും അവരുന്നയിച്ചിട്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത്. അപ്പോൾ EMS ശങ്കരനെ കുറിച്ച് പറയുമ്പോൾ ഹെഗലിനോടൊപ്പിച്ച് പറയുകയും നാരായണഗുരുവിനെ ഒരു ദാർശനികനായി ജ്ഞാനോദയത്തിൻ്റെ ആരംഭം കുറിച്ച കേരളത്തിലെ, നേരത്തെ ഇവിടെ TK പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇവിടെ കേരളത്തിലെ ബ്രാഹ്മണ്യത്തിൻ്റെ തലമണ്ടക്കേറ്റ അടിയായിരുന്നു അരുവിപ്പുറത്തെ പ്രതിഷ്ഠ എന്നും തുടർന്ന് ഗുരു എഴുതിയിട്ടുള്ള കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന സംവാദാത്മകമായ അപരപ്രിയത്വവും വാസ്തവത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ആ കാലങ്ങളിലൂടെ കടന്നു വന്ന അതൊക്കെ ഏതാണ്ട് നേരിട്ടല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ സമീപസ്ഥമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ദാർശനികർക്ക്, ചിന്തകർക്ക്, എഴുത്തുകാർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജാതി എന്നുള്ളത് യഥാർത്ഥത്തിൽ മറാത്തി കവിയായിട്ടുള്ള മതിൽ എന്ന് പറയുന്ന ഒരു കവി കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചാണ്, പോയിസൺ ആൻഡ് ബ്രെഡ് എന്നുള്ള പുസ്തകത്തിലുള്ള ഒരു കവിതയാണ്. അതിൽ പറയുന്ന പോലെ ഈ മതിൽ എന്നുള്ളത് ഈ ഉദ്ധപ്പൂർ കാണുന്ന മതിലല്ല, അതൊരു മതിലാണ്. പക്ഷെ നമ്മളെ മനസ്സിലെവിടെയോ ഒരു മതിൽ, അത് വളരെ ബഷീറൊക്കെ സാഹിത്യത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ ഈ മതിലിനെ കുറിച്ച്. അതൊരു മതിൽ തന്നെയാണ്. കാരണം ഇയാളെ കാണുമ്പോൾ, എന്നെ കാണുമ്പോൾ, KEനെ കാണുമ്പോൾ ഒരു മത്സ്യം മണമുണ്ട് ഊച്ചാന്താടിക്ക് എന്നാണ് എൻ്റെ സുഹൃത്തും കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സാഹിത്യകാരനുമായിട്ടുള്ള KP രാമൻ ഒരിക്കൽ മാധ്യമവാരികയിൽ എഴുതിയ ലേഖനം. അപ്പോൾ ഞങ്ങൾ ഊച്ചാന്താടിക്ക് ഒരു മീൻ മണം ഉണ്ടാവുകയും മറ്റൊട്ടനവധി ആളുകളെ കാണുമ്പോൾ അങ്ങനെ ഒരു മണം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയ അവരപ്രിയത്വം അല്ലെങ്കിൽ അപ്രിയത്വം, അപ്രിയം എന്നുള്ളത് സ്ലേഷിട്ട് അപ്പുറവും ഇപ്പുറമായിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ സ്വീകരിക്കാം. ഞാൻ രാമനണിയെ കെട്ടിപ്പിടിക്കുന്നതാണ്.
രാമനുണ്ണി എൻ്റെയും കെട്ടിപ്പിടിക്കുന്ന ആളാണ്. ഒരുപക്ഷെ മണത്തിട്ടുണ്ടാവും, അന്നൊരു പക്ഷേ എനിക്ക് PS സോപ്പ് തേക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സോപ്പ് തേക്കാതെ പോവോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ യാദൃശ്ചികമായി വന്ന കേട്ടോ, ഇത് പറയാനൊന്നും ഉദ്ദേശിച്ച് വന്നല്ലേ. അപ്പോൾ ഈ അപരപ്രിയം എന്നുള്ളത്, അത് അപരപ്രിയം എന്നുള്ളത് നമ്മൾ തൊലിപ്പുറത്തുള്ള ഈ സൗഹാർദ്ദമോ തൊലിപ്പുറത്തുള്ള ഒരു കെട്ടിപ്പിടിക്കലോ അല്ല. അതിനപ്പുറത്ത് നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും ആ രീതിയിൽ വിസ്തൃതമാവുകയും നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ ഉദാരമാക്കുകയും ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുന്നതിൽ എവിടെയാണ് തടസ്സമുണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ അംബർട്ടോ ഇക്കോ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ 14 കാര്യവും പറയുന്നില്ലെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി അപരപ്രിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആണ് പറയുന്നത്. അതിൽ ഫിയർ ഓഫ് ഡിഫറൻസ് എന്ന് ഒരു പോയിൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മുമ്പല്ല പുസ്തകമൊക്കെ തപ്പിപ്പോണല്ലോ, ഇപ്പോൾ ഒന്നും വേണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുകയുള്ളൂ. ഈ അംബർട്ടോ ഇക്കോയുടെ പ്രബന്ധം PDF ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. മുമ്പ് ഞാൻ ദേശാഭിമാനിൽ ഈ 14 പോയിൻറ്റും എന്നൊരു ലേഖനം ദേശാഭിമാനി വാരികയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എഴുതുന്നത് തന്നെ നിരർത്ഥകാന്ന് തോന്നിപ്പോവാണ്. കാരണം ഇതെല്ലാം എഴുതിയിട്ടും ഇതെല്ലാം വായിച്ചിട്ടും നമ്മളെ താടിയുടെ മണം ഒട്ടും പോകുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തിന് എഴുതണം, എന്തിന് വായിക്കണം എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് സ്വയം തോന്നിപ്പോകുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഡിഫറൻസിനെ, വ്യത്യാസത്തെ ഭയപ്പെടുക, ആ വ്യത്യാസത്തെ ഭയപ്പെടൽ അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു അനുഭവം, ഇങ്ങനെ എൻ്റെ അനുഭവം കൂടി പറയുന്നത്, ഞാൻ ഈ പറയുന്ന ഒരു MF ഹുസൈനെ പോലെ ആർട്ടിസ്റ്റൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഈ സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ ഇടപെടുന്ന മുസ്ലിം പേരല്ലെങ്കിലും മുസ്ലിം പേരായി സമൂഹം സ്വീകരിച്ചിട്ടുള്ള പോക്കർ എന്നൊരു നാമധാരി ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൂടി പറയാം. ഈ ഡിഫറൻസ് എന്നുള്ളത്, ഇപ്പോൾ മനോരമയുടെ ആൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വീട്ടിൽ വന്ന് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അവർ വന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന് വേണ്ടിയോ ചോദ്യത്തിന് വേണ്ടിയോ ആയിരുന്നില്ല, മറിച്ച് അവർ വന്നത് എൻ്റെ പുസ്തകം എരിക്കിന്തി എന്ന് പറയുന്ന ആത്മകഥയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, ഒരു അഭിമുഖം എന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ സച്ചിദാനന്ദന് എതിരായിട്ടുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയ രീതിയിലുള്ള ആക്രമണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സച്ചിദാനന്ദനല്ല ഒരു സാംസ്കാരിക പ്രവർത്തകനെയും ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പാടില്ല. കാരണം സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളത്, ഡിസൻറ്റ് എന്നുള്ളത്, വിയോജിപ്പ് എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ, പൗരാവകാശത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ്. അതില്ലാത്ത ഒരു ലോകമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ജനാധിപത്യം പുലരുന്നില്ല എന്നാണ്. അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്. ആ ഇൻ്റർവ്യൂവിലെ കുറേ ഭാഗങ്ങൾ പൂർണ്ണരൂപം ഓൺലൈനിലായിട്ടും കുറേ ഭാഗങ്ങൾ പത്രത്തിലുമാണ് അച്ചടിച്ച് വന്നപ്പോൾ അവരതിന് തലക്കെട്ട് കൊടുത്തത് സച്ചിദാനന്ദനെ വളഞ്ഞിട്ട് ആക്രമിക്കരുതെന്നാണ്. ഈ ഒരു കുറിപ്പ് വന്നപ്പോൾ എനിക്കെതിരായി പാലക്കാട് ജില്ലയിലെ ഒരു സുഹൃത്ത്, ഒരു സഖാവ്, ഒരു മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള മനുഷ്യൻ എഴുതിയത്, ഞാനവിടെ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കാൻ ചെന്നു എന്നും അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു മുസ്ലിമാണെന്ന് തോന്നിയെന്നും അങ്ങനെ തോന്നിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നത് പോലെ തോന്നിയെന്നും അതുകൊണ്ട് ഞാൻ അന്നേ ഇയാളെ ഉപേക്ഷിച്ചതാണ് എന്നുമാണ് ഈ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ ഇപ്പോഴും ധൈര്യം കാണിക്കുന്ന, അത് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന KEനെ നമ്മൾ സൂക്ഷിക്കേണ്ടതില്ലേ എന്ന് 10-700 ആളുകളുടെ ഗ്രൂപ്പിൽ എഴുതാൻ മടി കാണിക്കാത്ത, ലജ്ജ കാണിക്കാത്ത ആളുകൾ നിലനിൽക്കുന്ന ഒരു ലോകത്ത് എങ്ങനെ നമ്മൾ അപരപ്രിയത്തെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കുമെന്ന ഉത്കണ്ഠ എനിക്കുണ്ട്. അത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിരുത്തപ്പെടുകയില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ തീർച്ചയായും നമ്മളെ സംസാരം എന്നുള്ളത് തന്നെ ഒരു സമരമാണ്. അതുകൊണ്ട് ഈ സംസാരം എന്നുള്ളത്, ഈ എഴുത്ത് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും ഏറ്റെടുക്കേണ്ട ഒരു കാലമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അവരായി മറ്റ് മനുഷ്യരെ തോന്നുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അയൽവാസിയെ തോന്നുന്നില്ലെങ്കിൽ, എനിക്ക് തോന്നുന്നത് നാട്ടിലൊക്കെ പോകുമ്പം കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്കോ, പ്രത്യേകിച്ച് ഇപ്പോൾ സർവീസിൽ നിന്നൊക്കെ വിരമിച്ചപ്പോൾ മരണ വീടുകൾ അങ്ങനെയൊക്കെ പണ്ട് വളരെ അപൂർവമായാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി അവിടെയൊക്കെ ആളുകൾ വളരെ മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് എൻ്റെ സ്വന്തം സ്ഥലം വടകര ഭാഗത്താണ്. അവിടെയൊക്കെ ആളുകൾ വളരെ മിക്സഡ് ആയിട്ടാണ്. അവർക്കങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണലായ ഒരു വികാരം ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ലയെന്നോ അല്ലെങ്കിൽ ആരും വർഗീയ പ്രസ്ഥാനങ്ങളിലോ പാർട്ടികളിലോ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന അർത്ഥത്തില്ല. അവർ കൂടി ചേർന്ന് സംസാരിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം പങ്കിടുന്നു. പക്ഷേ ഈ ദൈക്ഷണികർ എന്ന് പറയുന്ന ആളുകൾ, ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ,
അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ പറയുന്ന ഈ പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ തരത്തിൽ ഒപ്പം നിൽക്കുന്നവരെ പോലും അപരവൽക്കരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് നമുക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയുന്ന, എല്ലാ മനുഷ്യരുടെയും ശബ്ദത്തെ സംഗീതം പോലെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ നമുക്ക് കാണാൻ പറ്റുക? അവിടെയാണ് പുതിയ മാർക്സിസ്റ്റുകളുടെ സംഭാവന. ആൻ്റോണിയോ രെഗ്രിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആൻ്റോണിയോ രെഗ്രി വളരെ മാസിനു മുമ്പുള്ള സ്പിനോസയുടെ തത്വചിന്തയെ കൂടി അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് വീക്ഷണം വികസിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കാലത്തെ വളരെ പ്രധാനപ്പെട്ട ദാർശനികരിൽ ഒരാളാണ് നെഗ്രി. അദ്ദേഹം മൾട്ടിറ്റ്യൂഡ് എന്ന വാക്ക് ബോധപൂർവ്വം ഉപയോഗിക്കുകയാണ്. ഹോബ്സ് ഉപയോഗിച്ച പീപ്പിൾ എന്ന വാക്കിന് പകരം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന പുസ്തകം തന്നെ ഉണ്ട്. ബഹുജനം എന്നുള്ളതാണ്, ബഹുസ്വരത എന്നുള്ളത്, ബഹുജനം എന്നുള്ളത്, ബഹുവിധ ജീവിതം എന്നുള്ളത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കാതലായ വശമാണ്, അനിവാര്യമായ വശമാണ്. അത് ഇല്ലാതെ ലോകത്തിന് നിലനിൽക്കാനോ മുന്നോട്ട് പോകാനോ പ്രത്യേകിച്ച് ഇനിയുള്ള ഒരു കാലത്ത് കഴിയില്ല. കാരണം എന്താ, സാങ്കേതിക വിദ്യകൾ അത്രമാത്രം വികസിച്ചു. മുമ്പ് പട്ടാളക്കാർ പോകുന്ന വഴിയിൽ മാത്രമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവാറ്, ഇല്ലേ? നമുക്കറിയാലോ, ബർമയിൽ നിന്ന് ഇങ്ങനെ പട്ടാളക്കാർ പോയ വഴിയിലായിരുന്നു ആ കാലത്ത് കോളറയൊക്കെ വന്നിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചൈനയിലുള്ള ഒരു രോഗം പിറ്റേ ദിവസം തന്നെ ഇറ്റലിയിലേക്കും അമേരിക്കയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ എത്തുകയാണ്. കാരണം പുതിയ ഒരു സാങ്കേതിക യുഗത്തിൽ തൊഴിലാളികൾ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ, പല മണ്ഡലങ്ങളിൽ, പല കമ്പനികളിൽ, പല കോർപ്പറേറ്റുകളിൽ, പല രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ നമ്മൾ ഈ പഴയ രീതിയിലുള്ള ദേശീയതയെക്കുറിച്ച്, സങ്കുചിതമായ ദേശസങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും RSSും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്ത എന്ന് പറയുന്നത് ഈ പറയുന്ന സാമ്പ്രദായികമായിട്ടുള്ള പരികൽപ്പനകളെ അംബേദ്കർ പറഞ്ഞതുപോലെ സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ അളവുകോൽ വെച്ച് പരിശോധിക്കാൻ തയ്യാറാവുകയും അങ്ങനെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വർണ്ണജാതി വ്യവസ്ഥ എന്നത് നമ്മൾ ഉപേക്ഷിക്കാൻ എത്രമാത്രം സന്നദ്ധമായി, അതിന് നമ്മളൊന്നിനും ഭയപ്പെടാത്തവരെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെന്നും മാർക്സിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്നത്. ഫിലോസഫി സംസാരിക്കണമെങ്കിൽ തന്നെ നിർഭയത്താണ് വേണ്ടതെന്ന് മാർക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിർഭയത്വം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഭയപ്പെടാണ്? ഇലക്ഷൻ തോക്കും ജയിക്കും. എത്രയോ ഇലക്ഷനിൽ തോറ്റു പോയിട്ടുണ്ട്, പിന്നത്തെ ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ഷനാണല്ലോ പ്രശ്നമാണ്, അത് മാത്രമാണോ പ്രശ്നം? ഇലക്ഷനും പ്രശ്നമാണ്. ഇലക്ഷൻ്റെ ഒരു സന്ദർഭത്തിൽ വേണമെങ്കിൽ അവിടെ പോലും യഥാർത്ഥമായ അപരപ്രിയം ഉൾക്കൊള്ളുന്ന മനുഷ്യരുണ്ടായിട്ടില്ലെങ്കിൽ, നമ്മൾ അവരനെ അടിച്ചു കൊല്ലുമ്പം, തല്ലിക്കൊല്ലുമ്പം, തടവിലാക്കുമ്പോൾ, UAP ചുമത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാഴ്ചക്കാരായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നത് നമ്മൾ സ്വയം തന്നെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ഇന്നത്തെ ഒരു കാലത്തെ ഫാസിസ്റ്റ് കാലമായി തിരിച്ചറിയുകയും ഈ ഫാസിസ്റ്റ് കാലം എന്നത് വംശീയ ഫാസിസത്തിൻ്റെ, നേരത്തെ അംബർട്ടോ ഇക്കോ മുതൽ അന്റോണിയോ ഗ്രാംഷി മുതൽ ഒട്ടനവധി, അന്റോണിയോ ഗ്രാംഷി ഇവിടെ പറഞ്ഞതുപോലെ ഈ തൊഴിലാളികളെ മാത്രമല്ല സംഘടിപ്പിച്ച ഒരാളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അയാൾ. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുകയും ആ ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് പിടിക്കില്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത മനുഷ്യനാണ്. സഹാക്കളൊക്കെ ഒളിവിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടും ഒളിവിൽ പോകാതെ പരസ്യമായി പ്രവർത്തിക്കുകയും മുസോളിനിയുടെ പോലീസ് അദ്ദേഹത്തെ തടവറയിലാക്കി പീഡിപ്പിച്ച് കൊല്ലുകയും. പക്ഷേ അത്ഭുതകരമാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ നോട്ട് പുസ്തകങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ നോട്ട് പുസ്തകം എന്ന് പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സയൻസ് വിദ്യാർത്ഥികളൊക്കെ എഴുതുന്നത് പോലെ വളരെ കൃത്യമായി നോട്ട് പുസ്തകമായി എഴുതി തയ്യാറാക്കി, അത് മുഴുവൻ ഇപ്പോൾ നിങ്ങൾക്ക് റോമിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി അവിടെ നിർമ്മിച്ചിട്ടുള്ള ഗ്രന്ഥശാലയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണ് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷ് പരിഭാഷ കിട്ടും. നമുക്ക് ആർക്കും കിട്ടും. എനിക്ക് അങ്ങനെ നോക്കാൻ കഴിഞ്ഞത് കൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്നത് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു എന്ന് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗം മാത്രമായിരുന്നില്ല, തൊഴിലാളികളെ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യൻ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അയാൾ ഇഷ്ടമായിരുന്നില്ല. അത് എഴുതിയത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ഗ്രാംഷി ജൂനിയർ ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ, NLRൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറയുന്നുണ്ട്,
എൻ്റെ അച്ഛന് ഗാന്ധിജിയെ ഇഷ്ടമായിരുന്നില്ല. എന്താ ഇഷ്ടക്കേട്? അച്ഛൻ ഈ വിപ്ലവ പണിക്കൊക്കെ പോകുന്നതിന് അവർ പ്രൊഫസറായാൽ മതിയായിരുന്നു. അദ്ദേഹത്തെ പഠിപ്പിച്ച ആളുകളൊക്കെ പറഞ്ഞാണ് കോളേജിൽ പ്രൊഫസറാവാൻ വേണ്ടി. അതിന് കൂട്ടാക്കാതെ ആ ജയിലിൽ കിടന്ന് മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കഷ്ടപ്പാടായി. അതെല്ലാ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും മക്കൾ ഒരുപക്ഷെ എന്നും പറയുന്നതാണ്. അത് ഗാന്ധിജിയുടെ മകനും പറഞ്ഞു എന്ന് ദുഃഖത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഓർക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി റോമിൽ വരികയും അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടെ മുൻഗണനയിൽ രാംജി കടന്നിട്ടുള്ള ജയിൽ സംഗീതം അവതരിപ്പിക്കുകയും അവിടുത്തെ ലൈബ്രറി കെട്ടിപ്പടുക്കുന്നതിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കിന്ന് വായിക്കാൻ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നുള്ളത് നമ്മുടെ സിവിൽ സൊസൈറ്റിയിലുള്ള നിലനിൽക്കുന്ന ആശയാധികാര വ്യവസ്ഥയെ അതേപടി അരക്കിട്ടുറപ്പിക്കലല്ല, മറിച്ച് അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുകയാണ്. അതിനെ നവോത്ഥാന മൂല്യങ്ങൾ കൊണ്ട്, അതിനെ പ്രബുദ്ധതയുടെ അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റിൻ്റെ ജ്ഞാനോദയത്തിൻ്റെ പുതിയ തിരിച്ചറിവിലേക്ക് കാന്റൊക്കെ പറയുന്നത് പോലെ നിവർന്നു നിന്ന് ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ സത്യം വിളിച്ചു പറയാനുള്ള ആർജവമുള്ള മനുഷ്യരാക്കി തീർക്കുകയാണ്. നമ്മൾ തൊമ്മികളായി നിൽക്കുന്ന കാലത്തോളം നമ്മൾ തൊമ്മികളായി തന്നെ മരിക്കേണ്ടി വരും. മറിച്ച് നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ കാന്റിൻ്റെ ഈ പ്രബന്ധത്തിൽ പറയുന്നത് പോലെ നേരെ നിന്ന് സത്യം പറയാൻ ശ്രമിക്കുന്നത്, അപ്പോഴും മാത്രമേ അവരപ്രിയം എന്നുള്ളത് വെറുതെ അങ്ങ് വാചകമടിയിലൂടെ നേടാവുന്ന ഒരു കാര്യമല്ല. മറിച്ച് നിരന്തര പ്രക്ഷോഭങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ, ആശയവിനിമയങ്ങളിലൂടെ മാത്രം നേടാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് അവരപ്രിയം എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കൊല ചെയ്യപ്പെടുന്ന ആളുകളെക്കുറിച്ച്, ബുൾഡോസറുകൾ നിരത്തുന്ന വീടുകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുപോലും പറയുന്നത് വളരെ കുറവാണ്, വളരെ കുറവാണ്. ഉത്തരേന്ത്യയിലൊക്കെ യു പിയിലൊക്കെ അങ്ങനെയല്ലേ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഏത് സമയം എന്തു സംഭവിക്കാമെന്നുള്ള വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഞാനിത് കോഴിക്കോട്ടൊക്കെ പറഞ്ഞാണ്, ഈ എറണാകുളത്ത് പറയാത്തതുകൊണ്ട് പറയാണ്. ഞാൻ ബാംഗ്ലൂരിൽ മകളെ കൂടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ മകളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ സമീപത്തുള്ള ആളുകളായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് അവർ പുറത്തൊക്കെ ആയിരുന്നുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെയാണ് പഠിക്കുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ അന്ന് 3ലോ 4ലോ പഠിക്കുന്ന കുട്ടിയാണ്, ഒരു 2 വർഷം മുമ്പിലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉപ്പ എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാബിൽ ഇങ്ങനെ ഞാനെന്തോ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പുസ്തകം ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ എനിക്കൊരു പുസ്തകം ഡൗൺലോഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്തു തരാം, പക്ഷേ ഞാൻ എൻ്റെ പണി കേട്ട് കുറച്ച് കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് ഡൗൺലോഡ് ഏത് പുസ്തകമാണ്? വൈ ഐ കിൽഡ് ഗാന്ധി എന്നുള്ള പുസ്തകമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരും പറഞ്ഞു? അപ്പോൾ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി നാളെ തിരുത്തപ്പെട്ടേക്കാം, അവളുടെ പേര് പറയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അയാളുടെ പിതാവ്, അവളുടെ പിതാവ്, അവരുടെ വീട്, അവൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം, അതിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ അവളെ ധാരണ വന്ന്. സ്കൂളിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവളോട് പറയുന്നത്, വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകം നീ വായിച്ചു കഴിഞ്ഞാൽ നീ ഗാന്ധിജിയെ വെറുക്കാനും ഗോഡ്സെയെ സ്നേഹിക്കാനും തുടങ്ങുമെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടകങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്ന ഒരു പുതിയ പരിശീലനം, കുട്ടികളെ പോലും ഗോഡ്സെയെ പ്രേമിക്കുന്ന, പ്രണയിക്കുന്ന, ഗാന്ധി ഘാതകരെ സ്നേഹിക്കുന്ന, ഇനിയും ഇതുപോലെയുള്ള മതനിരപേക്ഷമായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന മനുഷ്യരെ മുഴുവൻ തന്നെ അന്യവൽക്കരിക്കുന്ന, അപരവൽക്കരിക്കുന്ന, ശത്രുക്കളായി കാണിക്കുന്ന, അതൊക്കെ ഈ 14 പോയിൻറ്റ്സിൽ വരുന്ന കേട്ടോ. എങ്ങനെയാണ് നമ്മളുടെ ഈ ഡിസൻറ്റൊക്കെ, ട്രഡീഷന് എതിരായിട്ടുള്ള ഡിസൻറ്റൊക്കെ, ഇപ്പോൾ ഈ സോക്രട്ടീസിനെ കൊല്ലുമ്പോൾ അദ്ദേഹം ദൈവവിശ്വാസിയല്ല എന്നല്ല പറഞ്ഞത്, ഭരണകൂടം പറയുന്ന ദൈവത്തിൽ ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നുള്ള കുറ്റപത്രമാണ് അവിടെ വായിച്ചത്. എത്ര കൊല്ലം മുമ്പ്? 2500 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഭരണകൂടത്തിൻ്റെ ദൈവങ്ങളിൽ ഇയാൾ വിശ്വസിക്കുന്നില്ല, ഇയാൾ വേറെ ചില ദൈവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് സോക്രട്ടീസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു സമരം, ആ ഒരു രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ബഹുസ്വരതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരം കൂടിയാണ്. ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, ഡിസൻറ്റിന് വേണ്ടിയുള്ള, വിയോജിപ്പിന് വേണ്ടിയുള്ള ഒരു സാമൂഹ്യ ക്രമത്തിന് വേണ്ടിയ സമരമാണ്. ആ സമരത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് അപരപ്രിയത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ മനുഷ്യനും സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും ഫാസിസ്റ്റ് കാലത്ത് നമ്മുടെ കോർപ്പറേറ്റ് ഭീകരതയ്ക്കൊപ്പം നമ്മുടെ ആശയാധികാര വ്യവസ്ഥ എങ്ങനെയാണ് നമ്മുടെ വീട്ടകങ്ങളെ, നമ്മുടെ തെരുവുകളെ, നമ്മുടെ ദേവാലയങ്ങളെ, നമ്മുടെ വിദ്യാലയങ്ങളെ, ഹിറ്റ്ലറുടെ സ്കൂളിലൊക്കെ മാപ്പുകളായിരുന്നല്ലോ,
ഇറ്റലിയെ ചുറ്റുനിന്നും ആളുകൾ ആക്രമിക്കുന്ന മേപ്പുകളായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും. അപ്പോൾ ഓരോ കുട്ടിയും ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ ഇപ്പോൾ നിർമ്മിക്കപ്പെടാൻ പുതിയ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടാൻ പോകുന്ന സ്കൂളുകളിലൊക്കെ അധികം താമസിയാതെ തന്നെ കുറച്ചുകൂടി ഭൂരിപക്ഷം പണം കൊടുത്ത് വാങ്ങാൻ കഴിഞ്ഞാൽ, പാർലമെൻറ്റിൽ ഈ നിയമങ്ങൾ പാസ്സാക്കപ്പെടുകയും കൂടി ചെയ്താൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം, അപ്പോൾ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പുറത്തുള്ള ശത്രുക്കൾ അകത്തുമുണ്ട്. അവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, അവരാണ് മുസ്ലിങ്ങൾ, അവരാണ് ക്രിസ്ത്യാനികൾ, അവരാണ് ട്രാൻസ്ജെൻഡറുകൾ, അവരാണ് വിഭിന്നമായി ചിന്തിക്കുന്ന ജിപ്സികൾ. അന്ന് ജിപ്സികൾ എന്നൊക്കെ പറഞ്ഞതിന് പോലെ തുല്യമായി പല രീതിയിൽ ജീവിക്കുന്ന ഒട്ടനവധി, ഇപ്പോൾ ജോൺ അബ്രഹാമിനെ പോലുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ടി കെ രാമേന്ദ്രനെ പോലെ ഒരു മനുഷ്യൻ, അങ്ങനെ അവരെ ഏത് ഗണത്തിൽപ്പെടുത്തും എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഒട്ടനവധി മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഈ ലോകം നമുക്ക് അന്യമായി തീരും. അതുകൊണ്ട് ഈ ലോകം എല്ലാവരുടേതുമാണ് എന്ന് സങ്കല്പിക്കുന്ന മനുഷ്യർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഏറ്റെടുക്കേണ്ട സമരം എന്നുള്ളത് ആശയാധികാര വ്യവസ്ഥക്കെതിരായ സമരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ടി കെ രാമേന്ദ്രനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ സന്ദർഭത്തിലുള്ള എൻ്റെ ഈ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.